ഹായ് ഡിയർ, ഒരു റിലേഷൻഷിപ്പ് റീഡാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിയുമായിട്ട്, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ ലവറോ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോ ആരായാലും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു റീഡിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ ഡിയർ, നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിലായി വിചാരിച്ചോളൂ. ഓക്കെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് ഡിവൈൻ ദയവായി ഗൈഡ് ചെയ്ത് നൽകിയാലും. ഇവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് ഡിവൈൻ ദയവായി ഗൈഡ് ചെയ്ത് നൽകിയാലും. ഓക്കെ, ഈ വ്യക്തി അവരുടെ പേഴ്സണിൽ നിന്ന്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി അവരുടെ പേഴ്സണിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇവരുടെ പേഴ്സൺ, ഇവരുടെ വ്യക്തി ഇവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ദയവായി ഗൈഡ് ചെയ്ത് നൽകിയാലും. ഇവരുടെ പേഴ്സൺ ഇവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നിയറസ്റ്റ് ഫ്യൂച്ചർ എന്താണ് ഡിവൈൻ ഗൈഡ് ചെയ്ത് നൽകിയാലും. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നിയറസ്റ്റ് ഫ്യൂച്ചർ എന്താണ് ഡിവൈൻ? ലോങ് റണ്ണിൽ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രതീക്ഷിക്കാവുന്നത് ഡിവൈൻ ഗൈഡ് ചെയ്ത് നൽകിയാലും. ലോങ് റണ്ണിൽ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രതീക്ഷിക്കാവുന്നത്? 2 കാർഡ് വന്നു, ഒന്നുകൂടി ഷഫിൾ ചെയ്യാം. ലോങ് റണ്ണിൽ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രതീക്ഷിക്കാവുന്നത് ഡിവൈൻ? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഡിവൈൻ എന്ത് ഗൈഡൻസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നൽകാൻ ആഗ്രഹിക്കുന്നത്? താങ്ക് യു ഡിവൈൻ, താങ്ക് യു മദർ, താങ്ക് യു മദർ. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് സ്നേഹം നൽകാനായിട്ട് തയ്യാറായി നിൽക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം മുഴുവനും അവർക്ക് നൽകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം നിങ്ങളുടെ പേഴ്സൺ എന്താണ് അവരുടെ കറണ്ട് എനർജി? അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭാരം ചുമക്കുന്ന ഒരവസ്ഥയിലാണ്. അവർ കുറച്ച് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ മുന്നിൽ കുറേയധികം ചലഞ്ചസ് ഉണ്ട്. അവരതൊക്കെയും ഓരോന്നായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് കുറേ ചലഞ്ചസ് വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അവർ ഓരോന്നായിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ സ്നേഹം അവർക്ക് പങ്കുവെച്ച് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പഴയകാല ഓർമ്മകളൊക്കെ, അതായത് നിങ്ങളുടെ സ്നേഹബന്ധത്തിലുള്ള ഓർമ്മകളൊക്കെ നിങ്ങളുടെ മനസ്സിലിടയ്ക്ക് വരുന്നുണ്ടാകാം. അപ്പോൾ അതുപോലെ തന്നെ മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നത്, അതുപോലെ സ്നേഹത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകണമെന്ന്. അതേസമയം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം അവശതയിലാണ്. നമ്മൾ നേരത്തെ കണ്ടു, അവർക്ക് കുറേയധികം ചലഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ശാരീരികമായിട്ട് അവശതയിലാണ്. അവർ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്തുകൊണ്ടും അവർ അവശമായ ഒരു നിലയിലാണ്. പ്രത്യേകിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവണ്ണം അവർ തളർന്നിരിക്കുകയാണ്. ഓക്കെ ഡിയർ, ഭൗതിക സാഹചര്യങ്ങളൊന്നും അവർക്ക് അനുകൂലമല്ല. ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടും അവർക്ക് ഒരു അനുകൂലമായിട്ടൊരു സാഹചര്യമല്ല നിലവിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പോലും അവർക്കൊരു ഉറപ്പില്ല. അതാണ് അവരുടെ അവസ്ഥ. ഓക്കെ ഡിയർ, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു
ഷോർട്ട് ടേമിൽ എന്തായിരിക്കും ഫ്യൂച്ചർ എന്ന് ചോദിച്ചപ്പോൾ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഡബിൾ എനർജി മീൻസ് എന്തൊക്കെയോ തടസ്സങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവണ്ണം തടസ്സങ്ങളുണ്ട്. ആ ഒരു തടസ്സങ്ങളാണ് നമ്മൾ അവരുടെ ലൈഫിൽ ചലഞ്ചസ് ആയിട്ട് കണ്ടത്. അതുപോലെ തന്നെ അവരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾസിൻ്റെ രൂപത്തിൽ കണ്ടത്. ഇതൊക്കെയും അവരുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്. അവർക്ക് ഈ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത് നിങ്ങളുടെ ബന്ധത്തെയും ബാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ഒരു കുറച്ച് നാളത്തേക്ക് ഈ ഒരു സ്ട്രഗിൾസ് തന്നെയായിരിക്കും. ചിലപ്പോൾ ഇതിങ്ങനെ നീണ്ടു പോകുന്നുണ്ടാകാം. ഈ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടാതെ നീണ്ടു പോകുന്നുണ്ടാകാം. നിങ്ങൾ ഇപ്പോഴും ഈ ഒരു റീഡ് കാണുന്നതിൻ്റെ കാരണവും നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം തന്നെയാണ്. അതാണ് ഈ കപ്പ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട്. പഴയ ഓർമ്മകളൊക്കെയും അയവിറക്കി അവരോടൊപ്പം പഴയതുപോലെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇത് അവരുടെ ഒരു സാഹചര്യം കൊണ്ടാണ്. അവരൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ബാഡ് എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ലോങ് റണ്ണിൽ ഈ ഒരു ബന്ധത്തിൽ നീതി ലഭിക്കും എന്നാണ് ഡിവൈൻ ഗൈഡ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ബന്ധത്തിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങളൊക്കെയും അതും ഡിവൈൻ്റെ ഒരു പ്ലാൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ അങ്ങനെ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 മുതൽ 1 വർഷത്തിനുള്ളിൽ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു നീതിപരമായിട്ട്, അതായത് ഈ ബന്ധത്തിലൊരു നീതി ലഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതായത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ബന്ധമാണെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. എന്താണോ നീതിയുക്തമായിട്ടുള്ളത് അത് നടപ്പിലാക്കപ്പെടും എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് നോക്കാം. നിങ്ങളോട് പറയുന്നത്, നിങ്ങളിപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിങ്ങളിരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് നല്ല ഓർമ്മകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ഇവരിങ്ങനെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പെയിനും നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പെയിന് അതല്ലെങ്കിൽ ഈ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയും നിങ്ങളത് പിന്നിൽ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഡിവൈൻ ഗൈഡ് ചെയ്യുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളെ നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിവിടെ ഒരുപാട് ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഒക്കെ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് പുതിയൊരു പാത്താണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. അതിനെയും ഈ ഒരു ഇമോഷൻസിനെയും രണ്ടിനെയും ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കാതെ നിങ്ങളുടെ ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോവുക. ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. അതല്ല ഇത് റിമൂവായിട്ട് പോകേണ്ട ഒന്നാണെങ്കിൽ അതങ്ങനെ തന്നെ പോകും. അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാകണം എന്നാണ് ഡിവൈൻ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈൻ്റെ ഗൈഡൻസ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആത്മധൈര്യവും മനോബലവും ഡിവൈൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്.